നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഒക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി യൂസേജിൻ്റെ ഭാഗത്ത് പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബാറ്ററി ഒപ്റ്റിമൈസ് എന്നുള്ളൊരു ഓപ്ഷൻ. ഈ ബാറ്ററി ഒപ്റ്റിമൈസേഷൻ എന്നാൽ എന്താണ്, ബാറ്ററി ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് അതുകൊണ്ടുള്ള ഗുണം, അതുകൊണ്ട് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ എന്തെങ്കിലും കാര്യലാഭമുണ്ടോ എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. പല ആളുകളും ചോദിക്കാറുണ്ട് എന്താണ് ബാറ്ററി ഒപ്റ്റിമൈസ് എന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളൊക്കെ അറിഞ്ഞു വെക്കണം. നമ്മളൊക്കെ സ്ഥിരമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണ്. എന്നാൽ മൊബൈൽ ഫോണിനകത്തുള്ള പല ഫീച്ചറുകളും ഇതെന്തിനു ഉപയോഗിക്കുന്നു, അതുകൊണ്ടുള്ള ഗുണം എന്താണ്, അതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാമെന്നൊന്നും പല ആളുകൾക്കും അറിയില്ല. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ബാറ്ററി ഒപ്റ്റിമൈസ് ആണ് പരിശോധിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിനകത്ത് ബാറ്ററി എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ കാണുന്ന ബാറ്ററി ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒട്ടനേകം സെറ്റിങ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ബാറ്ററി യൂസേജ് ബൈ ആപ്പ് എന്ന് കാണുന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാം ഒപ്റ്റിമൈസ് ബാറ്ററി യൂസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 2 ആപ്പുകൾക്ക് അല്ലെങ്കിൽ 2 ഫീച്ചറുകൾക്കാണ് ബാറ്ററി ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് 2 ചിലപ്പോൾ 3 ഒക്കെ ബാറ്ററി ഒപ്റ്റിമൈസ് ചെയ്തത് കാണാൻ സാധിക്കും. ബാറ്ററി ഒപ്റ്റിമൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ബാറ്ററി ഒപ്റ്റിമൈസ് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി കുറേ സമയത്തേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതായത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകില്ല, ഒരുപാട് സമയത്തേക്ക് നമുക്ക് ബാറ്ററി സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 1 മണിക്കൂർ സമയത്തേക്കൊക്കെ ബാറ്ററി ഉണ്ടെങ്കിൽ അത് നമുക്ക് ബാറ്ററി നമ്മൾ ഓരോ ആപ്പുകളും ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിനകത്തുള്ള ഈ 1 മണിക്കൂർ സമയത്തേക്ക് കിട്ടുന്ന ബാറ്ററി ചിലപ്പോൾ അത് 2 മണിക്കൂറും 3 മണിക്കൂറൊക്കെ നമുക്ക് ലാഭിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ബാറ്ററി ഒപ്റ്റിമൈസ് ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലെ ആപ്പുകൾ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫീച്ചറാണ്. ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നതും അതുപോലെ ഓട്ടോ സ്റ്റാർട്ട്, ചില ആപ്പുകളൊക്കെ ഓട്ടോ സ്റ്റാർട്ടിലേക്ക് മാറാറുണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്യാതെ തന്നെ നമ്മൾ ആ ഒരു ആപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ടാകും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് ഉപയോഗിക്കും. ഇങ്ങനെ ബാറ്ററി ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ആപ്പുകൾ ഓട്ടോ സ്റ്റാർട്ട് ആവുകയോ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളുടെ ബാറ്ററി ഉപയോഗിക്കുകയോ ചെയ്യില്ല. നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി ഡ്രെയിൻ കുറയും, അത് പെട്ടെന്ന് തീർന്നു പോകുന്നത് കുറയുകയും ചെയ്യും. മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി കുറേ സമയത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ബാറ്ററി ഒപ്റ്റിമൈസ് നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ ഈ ബാറ്ററി ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ താഴെ മോർ സെറ്റിങ്സ് ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം ഒപ്റ്റിമൈസ് ബാറ്ററി യൂസ് എന്നുള്ളൊരു ഓപ്ഷൻ. ഓരോ മൊബൈൽ ഫോണിലും ഈ സെറ്റിങ്സുകളുണ്ടാകും. പക്ഷേ ഓരോ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സും വ്യത്യസ്ത സ്ഥലങ്ങളിലായിരിക്കും. ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ചിലപ്പോൾ ഇതേ സ്ഥലത്തുണ്ടാകണമെന്നില്ല, മുകളിലോ താഴെ ഭാഗത്തോ എവിടെയെങ്കിലും കാണാൻ സാധിക്കും. ഒപ്റ്റിമൈസ് ബാറ്ററി യൂസ് എന്നുള്ള ഈ ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ഫോണിനകത്തുള്ള മുഴുവൻ ആപ്പുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ കാണാൻ സാധിക്കും ഓരോ ആപ്പുകളും ഓൾവേസ് ആസ്ക് എന്നുള്ളിടത്താണ് എൻ്റെ ഫോണിനകത്തുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് എന്താണ് നോക്കുക, അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ ചില ഫോണിൽ ഒപ്റ്റിമൈസ് ഓൺ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ഓപ്പോ മൊബൈൽ ഫോണിൽ ഓട്ടോ ഒപ്റ്റിമൈസ് എന്നാണ് കാണുന്നത്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഓരോ ആപ്പുകളും നിങ്ങൾ ഓട്ടോ ഒപ്റ്റിമൈസ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ആ ആപ്പുകൾ ബാറ്ററി ഉപയോഗിക്കുന്നത് കുറച്ച് കുറയും, ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യില്ല. അപ്പോൾ ചില ആപ്പുകളൊക്കെ പ്രത്യേകിച്ച് വാട്സപ്പ് പോലുള്ള ആപ്പുകളൊക്കെ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ നോട്ടിഫിക്കേഷൻ വരുന്നത് നമുക്ക് അറിയാൻ സാധിക്കില്ല. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ ഒപ്റ്റിമൈസ് ഓൺ ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. ഓരോ ആപ്പുകളുടെയും ഓട്ടോ ഒപ്റ്റിമൈസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്പുകൾ പ്രത്യേകമായിട്ട് ബാറ്ററി ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് തടയാൻ സാധിക്കും. അപ്പോൾ ബാറ്ററി ഒപ്റ്റിമൈസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ബാറ്ററി ഒപ്റ്റിമൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററിയെ കൂടുതൽ സമയം സേവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫീച്ചറാണ്. ഓരോ ആപ്പുകൾക്കും ബാറ്ററി ഒപ്റ്റിമൈസ് ഓൺ ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ ബാറ്ററി കൂടുതൽ ഉപയോഗിക്കുന്നത് തടയാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.